ചൂടുവെള്ളം ഞാൻ ചോദിച്ചോ? ചേടാ, ഒരു അമ്മയ്ക്ക് ചൂടുവെള്ളം വേണമെന്ന് മോനോട് പറഞ്ഞാലേ കൊണ്ടു കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ചൂടുവെള്ളം വേണ്ട. കുടിക്കണം അമ്മേ. വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും കുടിക്കണോ? ഓ, വേണ്ടെങ്കിൽ വേണ്ട. അമ്മയ്ക്ക് ഈ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ചുമ്മാ എന്നാ പിന്നെ എന്റെ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തൊന്ന് SLCക്ക് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാസ്സായി. അത് ഓർമ്മയുണ്ട്. വേറെ വല്ലതും ഓർമ്മയുണ്ടോ? വേറെ ഇല്ല, അങ്ങനെ ആലോചിക്കണ്ട. പ്ലെയിനില് കൊടി വീശക്ക. അതെ അമ്മേ, ഈ വയസ്സും പ്രായമൊക്കെ ആയാലേ ചില കാര്യങ്ങൾ ഓർക്കാതിരിക്കുന്നതാ നല്ലത് കേട്ടോ. നീ പോടാ നിന്റെ പാട്ടിന്. അച്ഛാ, അതെ, ആ പൈങ്കിളോട് ഒന്ന് സംസാരിക്കോ? ആ സുമേഷ് എന്താണ്ടൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിട്ട് അവൾ എന്നോട് പിണങ്ങി നടക്കുക. എനിക്ക് ആരോട് സംസാരിക്കാനൊന്നും വയ്യ, ഞാൻ നല്ല ടെൻഷനില്ല. നിങ്ങക്ക് എന്താന്ന് ഇത്ര ടെൻഷൻ? അവളോടൊന്ന് പോയി സംസാരിക്കേ. നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? ആശേ, ഇങ്ങനെ എന്നോട് വലിയൊരു തമാശ പറഞ്ഞു, ഞാൻ ചിരിക്കാനൊന്നും പോയില്ല. അതിന്റെ ഇത്ര ദേഷ്യം. ദേഷ്യം നിന്റെ അച്ഛന്. എന്റെ അച്ഛന് പറഞ്ഞാണ്ടല്ലോ. അച്ഛനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നീ എന്താ പറയുന്നത്? പച്ചക്കൊടി. പച്ചക്കൊടിയോ? പച്ചക്കറി വാങ്ങുന്ന കാര്യം പറഞ്ഞതാ. ഓ, ഈ വീട്ടിൽ നിന്ന് എന്തൊക്കെയാ നടക്കുന്നേ? മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. ആ സുമേഷിനെ എന്റെ കയ്യിൽ അങ്ങനെ കിട്ടട്ടെ. എന്താ എനിക്ക് പാട്ടെങ്കിലും പാടിക്കൂടി? നീ പച്ച വരുന്ന പാട്ടൊന്നും പാടണ്ട ഇവിടെ കേട്ടോ. പച്ചമാങ്ങ പച്ചമാങ്ങ നിന്നോട് ഞാൻ ക്ലാസ് മണ്ടയ്ക്ക് പോടാ അവിടെ. നാട്ടുമാവിലെ ചെറുക്കൻ ഇന്ന് എന്റെ പച്ചമാങ്ങ പച്ചമാങ്ങ അതെന്താണ് തലയിലൊഴിക്കാ? നാട്ടുമാവിലെ മാങ്ങ. ഈ ചെറുക്കനെ വലിഞ്ഞു കയറി വന്നോളൂ എല്ലായിടത്തും. എടുത്ത് കളിക്കല്ലേ കളിക്കല്ലേ. ഞാൻ കൊടുത്തോളാം അവനുള്ള. ഇവരെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല കേട്ടോ. ഞാനൊരു പാട്ടല്ലേ പാടിയുള്ളൂ. എന്റെ കുഞ്ഞ, നീ അടിക്കാൻ പിടിക്കാനൊന്നും പോകണ്ട. ഇങ്ങനെയൊക്കെ ചെയ്യണോ? ഭ്രാന്ത് പിടിച്ച് നടക്കുന്നിടത്ത് പച്ചക്ക് എന്താ ഇവർ എത്ര പ്രശ്നമൊന്നും. ഞാൻ പൊക്കോളാം. കുത്തല്ലേ ഇറക്കാം. ഞാൻ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നിന്റെ ഊപ്പാടി ഞാൻ വരുത്തും. നിങ്ങൾ ചെയ്ത പിള്ളേരെ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കും. പക്ഷെ തെറ്റ് ചെയ്തവര് മാത്രമേ ശിക്ഷിക്കാൻ നിൽക്കാവൂ കേട്ടോ. അല്ല കുത്തല്ല, അല്ല പച്ച മണലോട്ടി ചന്തി അടിച്ച് പൊട്ടിക്കണം അവന്റെ. ഞാൻ എന്താ തെറ്റ് ചെയ്ത്? ഒരാൾ വേറൊരാളത്ത് പറയുന്ന കാര്യം ഞാൻ അത് മറ്റൊരാളത്ത് പോയി പറഞ്ഞു. ഞാൻ അത്രയല്ലേ പറഞ്ഞോളൂ. ഏഷണിയുടെ ഡെഫിനിഷൻ പറയാനാടാ നാണം കെട്ടവനെ. ഇവ 2 ദിവസം ഇവിടെ തന്നെ കിടക്കട്ടെ, എന്നാലേ പഠിക്കും. അവിടെ ചേട്ടാ ചുമ്മാ ഇരിക്കണ കേട്ടോ. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയെന്നുണ്ടല്ലേ എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. നീ ഉണ്ടാക്കിയ കുത്തിത്തിരി പേറ്റ് പറഞ്ഞാൽ നിന്നെ അഴിച്ചുവിടാം. നിന്റെ വായിന്ന് കേട്ടാലേ വിശ്വസിക്കോളെന്ന് പറഞ്ഞിട്ടാണ് അവള് നിക്കണേ. ശംഭു ഏറ്റു പറഞ്ഞിട്ട് പോലെ അപ്പച്ചി വിശ്വസിച്ചില്ലേ? അപ്പച്ചി അറിയാം അമ്മ അവനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചാണ്. ആണാ ചേട്ടാ ഇങ്ങോട്ട് നോട്ടാ. എന്ത് കേട്ടോ ഒരു കാര്യം പറയട്ടെ. എന്റെ അടുത്ത് പറയോ? വാ ഞാൻ പറയാം. രഹസ്യോ? ഈ മീശ എടുത്ത് മുന്നേ എറിഞ്ഞൊരു ഭയങ്കര ചൊറിച്ചില് അല്ലേ അളിയനെ ഞാൻ ചൊറിയാ കൂടി പോകും. ഒരു മോഡൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അയ്യോ ഭയങ്കര കളി. കുരിശിലായിട്ട് പറഞ്ഞ നീയൊക്കെ കളിയാക്കുന്നോളൂ എന്നെ ഇരുന്ന്. എടാ ശംഭു എടാ ഒന്ന് ചൊറിഞ്ഞോടെ പിടിങ്ങനെ. ചൊറി ചൊറി കായ് കുത്താതെ മക്കളെ ഒരു ചെലവേട് ചൊറിഞ്ഞോട്. ഞാൻ പറയാം ഞാൻ തന്നെ എല്ലായിടത്തും പോയി പറഞ്ഞത്. അല്ലാതെ ചേട്ടത്തി ആരത്തും പറഞ്ഞിട്ടൊന്നുമില്ല. ഈ ശംഭു ഉണ്ടല്ലേ ഇവൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും പോരെ? അവന്റെ വായിന്നല്ല കേട്ടല്ലോ, സമാധാനമായല്ലോ. അതിപ്പോ അതെ അവനെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നോണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി അവൻ പറയുന്നതായിരിക്കും. അത് മാത്രല്ല ചേട്ടാ, ഞങ്ങളെ തമ്മിൽ തല്ലിച്ചിട്ട് അവൻ എന്ത് കിട്ടാനാ? നിങ്ങളുടെ റൂം കിട്ടാൻ. നിങ്ങളുടെ റൂമിലാകുമ്പോ 4 റേഞ്ച് ഉണ്ടല്ലേ, അതിലെനിക്കിരുന്ന് സൊല്ലാൻ വേണ്ടിയായിരുന്നു. സൊല്ലാൻ എന്നെങ്കിൽ പിന്നെ ചിറ്റപ്പ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ആ റൂമിനെക്കാട്ട് ഫുൾ റേഞ്ച് ഇവിടെ ഉണ്ട്. നീ കൂടുതൽ മിണ്ടണ്ട കേട്ടോ. അപ്പച്ചി അത് പിന്നെ ഞാൻ അന്നേരത്തെ തമാശക്ക്. നീ തമാശിക്കണ്ട പോ. ഇപ്പൊ എല്ലാം കോംപ്രമൈസ് ആയല്ല. എന്നാലും ഞാൻ അങ്ങനെ പറയുന്നത് നീ വിശ്വസിച്ചോളഞ്ഞല്ലോടി. അത് പിന്നെ ചേട്ടത്തി ഇവനെ എല്ലാത്തിനും ആശ എങ്ങനെ പറയൂ പെങ്ങളി? അവക്ക് അറിഞ്ഞൂടെ നിന്റെ മൈഗ്രൈൻ്റെ കാര്യം? ചേട്ടാ എനിക്കിവനെ കാണുമ്പോ എനിക്ക് ചൊറിഞ്ഞു വരാണ്. എനിക്ക് അവന്റെ എന്നാ ചൊറിഞ്ഞൂടെ? കൈ ഒട്ടിച്ചേക്കല്ലേ? മതി എല്ലാരും പിരിഞ്ഞു പോയി എല്ലാ പ്രശ്നങ്ങളും എന്റെ കെട്ടയച്ചു വിട്ടിട്ട് പോ. അളിയാ ചേട്ടാ എന്റെ കെട്ടയച്ചു വിട്ടിട്ട് പോ. ചേട്ടാ ഒന്ന് കെട്ടായി ചേട്ടാ. ഇത് മിക്കാറും കാക്കൾ എന്നെ കൊത്തി പറിക്കും. കണ്ടില്ലേ, ഇങ്ങനെ കൂഴച്ചക്ക കുഴയുന്ന പോലെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കുഴയുന്ന ഫാമിലിയാ. പക്ഷെ ഇതിലും കുഴയും നാളെ. എന്നാലോ വരിക്കച്ചക്കയുടെ ചുള കണക്കിന് നല്ല മധുരവും കാണും.